Meet the editors. ഇത് CP വിജയമോ എന്നാണ് ചോദ്യം. സ്മൃതി, ലാസ്റ്റ് സ്മൈൽ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അവസാനത്തെ ചിരി ആരുടേത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അവസാനത്തെ ചിരി CPIയുടേതായി മാറിയോ? CPIയുടെ വിജയമാണോ? ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ വാചകം തന്നെയാണ് യഥാർത്ഥ ശരി. ഇടത് നയം വിജയിച്ചിരിക്കുന്നു, ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്നു, ഇടത് മുന്നണി വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇടത് നയം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. അതിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് ശ്ലാഘനീയം തന്നെയാണ്. ഈ ശൈലി പറ്റില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ശൈലിയാണ് ബിനോയ് വിശ്വം തിരുത്തിച്ചിരിക്കുന്നത്. അത് ബിനോയ് വിശ്വം ഒറ്റയ്ക്കല്ല, CPMൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും അതിൽ പ്രധാന പങ്കുണ്ട്. MA ബേബി നേരത്തെ CPIയുമായി D രാജയുമായി നടത്തിയ ചർച്ച, CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റുമായി നടത്തിയ ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം പ്രകാശ് ബാബു പുറത്തേക്ക് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. അദ്ദേഹം നിസ്സഹായനാണ്, ഒരു ദുർബലനാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദുർബലനല്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം കേരളത്തിലുണ്ട്. ഇവിടെ CPIയുടെ നേതാക്കളുമായും CPMൻ്റെ നേതാക്കളുമായും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ട് പതിവിന് വിരുദ്ധമായി 2 ദേശീയ സെക്രട്ടറിമാരും 2 ജനറൽ സെക്രട്ടറിമാരും ഈ വിഷയത്തിൽ ആദ്യന്തം ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ഇത് CPI മുന്നണിയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു പാർട്ടി അല്ല എന്ന രൂപത്തിലേക്ക് ആ ചർച്ച കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ശൈലിക്കാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ശൈലി പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്, ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഒരു കൂട്ടുത്തരവാദിത്തം സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം, നയപരമായ വിഷയങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക്, അതായത് CPMനകത്ത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അത് മുന്നണിയിലേക്ക് കൂടി കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ ശ്രമിച്ചപ്പോൾ അതിലൊരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പലതവണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു. 6 ദിവസം, ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 7ാം ദിവസം എത്തുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ, അതായത് ഈ തീരുമാനം എടുത്ത മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, നമ്മൾ തൽക്കാലം PM ശ്രീയിലില്ല എന്ന്, PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ആലോചന ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു. നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ആവശ്യം വരികയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ CPIയിൽ നിന്നും CPMൽ നിന്നും 2 മന്ത്രിമാരും മറ്റു പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാരും ചേർന്ന് 7 അംഗ ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ തലപ്പത്തേക്ക് അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിൻ്റെ തലപ്പത്തേക്കും വരുന്നു. അത് ശിവൻകുട്ടിയുടെ ഒരു പറയേണ്ടി വന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രം ഏത് തരത്തിലാണ് പാഠ്യപദ്ധതിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നതെന്ന് അതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് നിലപാട് മാറ്റുന്നതും പ്രതികരണം മാറ്റുന്നതും ഒക്കെ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. ഇന്നാകട്ടെ നമ്മൾ രാവിലെ മുതൽ ഈ ചർച്ചകളിലേക്ക്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പോലും രാവിലത്തിൽ നിന്നും 3:30 മാറ്റിയത് വീണ്ടും ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കാനാണല്ലോ. ആ സമയത്ത് ശിവൻകുട്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഇത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യം നേരത്തെ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു എന്നിടത്താണല്ലോ ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. ഇതിൽ CPIയുടെ ഒരു ശൈലി ശ്രദ്ധിക്കണം. നമ്മൾ CPIക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, CPIയുടെ ചർച്ച, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതല്ലെങ്കിൽ പിന്നീട് കൗൺസിൽ ചേർന്ന് 4ാം തീയതി കൗൺസിൽ ചേർന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ എന്നൊക്കെ നമ്മൾ യോഗത്തിനകത്തുനിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പരസ്യമായൊരു പ്രതികരണം, അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നമ്മൾ കേട്ടോ? അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരത്തെ പ്രകാശ് ബാബു പറയുന്നുണ്ട്, അതായത് LDFൽ നിന്ന് ഞങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ ഇടത് നിലപാടാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ ഈ മന്ത്രിമാരായാലും, ഇന്നിപ്പോൾ മന്ത്രി പ്രസാദാണോ, മന്ത്രി GR അനിലാണ് പറഞ്ഞത്, ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിനെത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരങ്ങനെ ഒരു ആലോചനയിലേക്ക് കടന്നിരുന്നു. അപ്പോൾ അതായത് മുന്നണി മര്യാദയാണത്, പുറത്തേക്ക് അങ്ങനെ പറയാതിരിക്കുക എന്ന്. പക്ഷേ അന്ന് ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനം മുന്നണി മര്യാദയാണെന്നുള്ള മറുചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. മുന്നണി മര്യാദ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ ശൈലി പറ്റില്ല എന്ന് പറയുകയും ഇതൊരു സർക്കാരാണോ എന്ന് ചോദിക്കുകയും ചെയ്ത ബിനോയ് വിശ്വം ഇന്നിപ്പോൾ ഈ തീരുമാനം CPIയുടെ നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്തിക്കാൻ കഴിഞ്ഞ ശേഷവും ഇത് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നില്ല.
ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നാണ്, LDFന്റെ വിജയമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു അയഞ്ഞ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ CPM നേതാക്കളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇരുട്ടിൽ നിന്നത് CPM മാത്രമല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ഇരുട്ടിലായിരുന്നു MA ബേബി, ഇരുട്ടിലായിരുന്നു പ്രധാനപ്പെട്ട CPMലെ മറ്റു മന്ത്രിമാർ, ഇരുട്ടിലായിരുന്നു CPMലെ മറ്റ് നേതാക്കൾ. എന്തിന് MV ഗോവിന്ദൻ പോലും അത് അറിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. TP രാമകൃഷ്ണനും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ട് അവിടെ ഒപ്പിടിക്കാൻ വിടുന്നു. അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. മുദ്രാവാക്യങ്ങൾ സർക്കാരിൽ നടപ്പാക്കാനുള്ളതല്ല എന്ന് പോലും MV ഗോവിന്ദന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിന്മേലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് CPMനെ എത്തിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ എത്തിക്കാൻ CPക്ക് കഴിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെയല്ല പ്രതികരിക്കുക. മുഖ്യമന്ത്രിയോട് പിന്നീട് ഈ പറഞ്ഞ ഉപസമിതിയുടെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ഇതായിരുന്നല്ലോ. വിവാദം ആശങ്കകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് പദ്ധതി നടപ്പാക്കുന്നത് റിവ്യൂ ചെയ്യും. റിപ്പോർട്ട് നൽകാൻ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. തുടർ നടപടി റിപ്പോർട്ട് വരും വരെ നിർത്തിവെക്കുമെന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് നൽകാൻ ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനിടയ്ക്ക് തന്നെ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ എന്ന്. അതായത് ഇനിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ ഈ സമിതി നൽകിയ റിപ്പോർട്ട് കിട്ടി, ആ റിപ്പോർട്ടുമേൽ തീരുമാനം എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല. പിന്നീട് വീണ്ടും മാധ്യമങ്ങൾ ഈ വിവാദത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരണം ഇല്ലാഞ്ഞിട്ടല്ല, ഇപ്പോൾ എത്തിയ ധാരണയുണ്ട്, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുള്ളൊരു തിക്കുമുട്ടലുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിപ്പോൾ പറയുന്നില്ല എന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ്. ഇനി ഇപ്പോൾ തന്നെ ഒരു ജനപ്രിയ മിനി ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തലക്കെട്ട് CPക്ക് വഴങ്ങി CPM എന്നതിനേക്കാൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന തലക്കെട്ടിലേക്ക് എത്തിക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചല്ലോ, ദാരിദ്ര്യമല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനമൊക്കെ. അപ്പോൾ ആ കാര്യം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. അപ്പോൾ പിന്നത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലക്കെട്ട് മാറ്റാൻ ഉള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലക്കെട്ട് മാത്രമല്ലല്ലോ, വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന നിങ്ങൾ ഉയർത്തിയിരുന്ന ആശങ്കകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇല്ലാതായത്? ഇപ്പോൾ NEP ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവർ ഈ 3 വർഷം നിങ്ങൾക്കത് പ്രശ്നമാവുകയും 6 മാസം മാത്രം തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ കുട്ടികളുടെ ഭാവി, അയ്യോ എൻ്റെ കുട്ടികൾ എന്ന ചിന്ത വരികയും ചെയ്തതിനെക്കുറിച്ചാണ് സംശയം. അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, ഈ 10,000 കോടിയുടെ അധിക ബാധ്യത വരുന്ന വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എത്ര സ്ത്രീകൾ ഇതിലേക്ക് വരും ഒക്കെ കണക്കുണ്ടോ ഒന്നും അറിയില്ല. ഒരു വലിയ പ്രഖ്യാപനമൊക്കെ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം. അപ്പോൾ CPI CPMനെ തിരുത്തിച്ചു എന്ന തലക്കെട്ട് താഴേക്ക് വരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും CPI തിരുത്തിച്ചിരിക്കുന്നു. കൂടാതെ CPMന്റെ കേന്ദ്ര നേതൃത്വവും ആ തിരുത്തിക്കലിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ജമീലേക്ക് എത്തിയാൽ, ജിമ്മി, ഇത് ഇടതുമുന്നണിയുടെ കൂട്ടായ വിജയം എന്നാണ് CPI ഇതിനെ കാണുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുകയായിരുന്നു CPI. CPIയിലെ മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിനെത്തിയില്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം തകർന്ന സർക്കാർ എന്നൊരു ലേബൽ കിട്ടുമായിരുന്നു. അത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്ക് പോകുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സാഹചര്യം അപകടം മണത്തു. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. നോക്കൂ, രാവിലെ AKG സെറ്റിൽ കുടിയിതാരൊക്കെയാണ്? മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം തന്നെ LDF കൺവീനർ. ഇവരുടെ യോഗത്തിൽ വെച്ചാണ് ഒരു തീരുമാനമുണ്ടാവുന്നത്. ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. പക്ഷേ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്നാക്കം പോവുക കഴിയില്ല. അതിന് ഉപാധികൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ തത്വത്തിൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന സൂചനയാണ് ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ അതെങ്ങനെയെന്നുള്ളതിന് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ അന്തിമ രാഷ്ട്രീയ വിജയം ആർക്കാണ്? CPIയുടേതാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ വിജയം CPI നേടിയാലും CPMന് വലിയ തിരിച്ചടിയുണ്ടായാലും അതിൻ്റെ ആത്യന്തികമായ കുഴപ്പം ഇടതുമുന്നണി ദുർബലമാകുന്നു, ഇടതുമുന്നണി സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് ഇന്ന് ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴാണ്? പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം CPI മന്ത്രിമാരെ കൂടെ ഇരുത്തി ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ച ചോദ്യം കേരള ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. പണ്ട് 1967 EMS മന്ത്രിസഭ രാജിവെക്കുന്ന സമയത്ത് B വെല്ലിംഗ്ടനോടൊപ്പം CPIയിലെ മന്ത്രിമാർക്കെതിരെ കൂടെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അരിക്കുംഭവനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയൊക്കെ ചില തമാശകളൊക്കെ ഒപ്പിച്ചൊഴിച്ചാൽ ഇതെന്ത് സർക്കാരെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തമില്ല, ഇതെന്ത് സർക്കാരെന്ന് ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചോദിക്കാനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ കുഴപ്പമായേനെ. പക്ഷേ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഇന്നത്തെ സർക്കാരിൻ്റെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങൾ വെറും സാങ്കേതികത്വം മാത്രമാണ്. ഈ കരാറിൽ നിന്ന്, ഈ MOU നിന്ന്, കരാറല്ല MOU നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല. അതേസമയം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ വിഷയം പഠിച്ച ശേഷം തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നത് വെറും സാങ്കേതികത്വമാണ്. ഒരു കരാറിൻ്റെ, ഒരു MOUവിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിൽ നിന്ന് കേരള സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. കേന്ദ്രവും കേരളവും തമ്മിലുള്ള MOUവിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായ കാര്യം. അത് പരസ്യമായി ആരും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഒരു വാദത്തിന് നാളെ പറയാനായിട്ടാണ് ഈ ഉപസമിതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉപസമിതി എന്ന് യോഗം ചേരും, എത്ര ദിവസത്തേക്കാണ്, എത്ര കാലം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണം, ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടാകാനും സാധ്യതയില്ല. ഉപസമിതിയൊക്കെ ഒരു നമ്പറാണെന്ന് നമുക്കറിയാം. അപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ്. സാങ്കേതികമായി അടുത്തൊരു പ്രശ്നം, MOU എന്ന് പറയുന്നത് ഒരു രണ്ട് കക്ഷികൾ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. അതിനകത്ത് 1 മാസത്തെ നോട്ടീസും 2 കൂട്ടരും കൂടി സമ്മതിച്ചാലേ ഈ MOUവിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാകുമോ എന്ന് ചോദിച്ചാൽ കേരള സർക്കാർ ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. PM ശ്രീയിലേക്ക് സ്കൂളുകളിൽ ലിസ്റ്റ് കൊടുക്കണം. അവിടെ മുതൽ കേരള സർക്കാർ ചവിട്ടും. ചുരുക്കത്തിൽ പ്രായോഗികമായി നടക്കില്ല. കേന്ദ്രത്തിന് വേണമെങ്കിൽ കേരളം വളരെ മോശമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തന്നെ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ഒരു MOUവിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. സർക്കാരുകൾ പോലും പിന്തുടർച്ചയാണെന്നിരിക്കെ ഒരു സർക്കാർ തന്നെ അവർ പറഞ്ഞ കാര്യം 7 ദിവസത്തിനുള്ളിൽ മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഡാമേജാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? പല രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷേ അടിസ്ഥാനപരമായി CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ വന്നിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് പഴയ നിലപാട് തിരുത്തുകയും ചെയ്യുമ്പോൾ ആ തീരുമാനമെടുത്ത മന്ത്രിസഭയുടെ തലവൻ പിണറായി വിജയനിലേക്കാണ് ഈ വിരലുകൾ മുഴുവൻ ചൂണ്ടുന്നത്. ഒരു CPM പോലെ ഒരു പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലടക്കം എടുത്ത ഒരു തീരുമാനം ക്യാബിനറ്റിൽ വന്ന് 2 തവണ മാറ്റിവെച്ച ഒരു വിഷയം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോയി ഒപ്പിടുന്നു എന്ന് പറയുന്നത് ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ടെന്നാണ്. എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്ത് പറയും? എന്താ പറയുക? ക്യാബിനറ്റിൽ കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റിവെച്ച കാര്യം നിങ്ങളെങ്ങനെ ഒപ്പിട്ടു? അതിന് അദ്ദേഹം എന്തായിരിക്കും മറുപടി പറയുക? CPI മന്ത്രിമാരോട്, ഘടകകക്ഷി എന്ന നിലയിൽ CPIയോട് ഈ കാര്യം മറച്ചു വെച്ചാൽ എന്താണ് മറുപടി? ഇതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ CPMൻ്റെ നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ്. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇതിനകത്തൊരു കാവ്യനീതി കൂടിയുണ്ട്. ഒരു തവണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ADB ലോണിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു കാര്യം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചെയ്തതാണ്. അതെന്താണ്? ADB ലോണിൻ്റെ കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിസഭയുടെയോ മുഖ്യമന്ത്രിയുടെയോ അറിയാതെ പോയി ഒപ്പിട്ടു. അവസാനം ആ കരാർ നിലനിന്നു കേട്ടോ. ആ കരാർ നിലനിന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി പലതും സർക്കാരിനെ അറിയിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അന്ന് ADB ലോൺ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വിചാരിച്ച രീതിയിൽ തന്നെയാണ് പോയത്. ഒപ്പിട്ടു, ക്യാബിനറ്റ് അറിഞ്ഞില്ല, ആ ADB ലോണിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി. ആ ലോൺ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. 50% ചിലവാക്കിയെന്നുള്ളത് വേറൊരു വിഷയം. അതതിൻ്റെ ഭരണ നടത്തിപ്പിൻ്റെ വിഷയമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ ചരിത്രം ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ക്യാബിനറ്റ് അറിയാതെ എടുത്തൊരു തീരുമാനത്തെ തിരുത്തിച്ചിരിക്കുകയാണ്. അത് CPI മാത്രമല്ല, CPMൻ്റെ നേതൃത്വം കൂടി ചേർന്ന് തിരുത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു വിഷയം. അപ്പോൾ പഴയ കഥ എങ്ങനെയാണ് നമുക്കൊന്ന് തിരിച്ചു നോക്കണ്ടേ? ഇന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പാർട്ടി അറിയാതെ ഏകപക്ഷീയമായി ഒരു സംഘത്തെ കൂടെ നിർത്തി, ഒരു സിൻഡിക്കേറ്റിനെ കൂടെ നിർത്തി കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നുള്ള അതേ ആക്ഷേപമല്ലേ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയല്ലേ? കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട കോർഡിനേഷനിലേക്ക് കാര്യങ്ങൾ പോകണ്ടേ? പാർട്ടിയുമായി ഒരുമിച്ച് പോകണ്ടേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രീസിഡൻസ് ഉണ്ട്. 5 അംഗ കമ്മിറ്റിയാണെന്ന് VSനെ വരിഞ്ഞു മുറുക്കാൻ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതേ സാഹചര്യം ഇപ്പോഴുണ്ട്. CPMൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാരണം ഇത് ഇന്നിങ്ങനെ ചെയ്തു, നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്ന് സ്വാഭാവികമായും സംശയിക്കാമല്ലോ. വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ കിടക്കുകയാണ്. ഇതൊരു വശം. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ഈ കാര്യത്തിൽ ഇന്ന് 10,000 കോടി ചെലവ് വരുമെന്നാണ് ധനമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ ധന ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരുടെ പ്രകടന പട്ടികയിൽ പറഞ്ഞ പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഭാഗികമായി, അതായത് ക്ഷേമ പെൻഷനൊക്കെ 2000-ലേക്ക് എത്തിച്ച് 2,500 ആണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അതിൽ 2000-ലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട്. സമയമുണ്ട് എന്തോ ബാക്കി പ്രഖ്യാപിക്കാൻ. അതെ, അപ്പോൾ 1,500 കോടിയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതേസമയം 10,000 കോടിയുടെ പദ്ധതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? വേണമെങ്കിൽ വാദിക്കാം 1,500 കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം കുറച്ചുകൂടി എളുപ്പം പരിഹരിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷേ
ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കാര്യത്തിൽ സർക്കാരിനൊരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും SSAയുടെ പണം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ ശേഷവും സർക്കാർ ഒരു 10,000 കോടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അവധാനതയോടെ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ 1,500 കോടിക്ക് വേണ്ടി ഇത്രയും വലിയൊരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നില്ലേ ഒരു വിഷയം. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഈ പണദൗർലഭ്യം മാത്രമായിരുന്നു പ്രശ്നം. CPM ഇടതുപക്ഷം മുമ്പ് പറഞ്ഞ്, ഞാൻ CPI കൂടെ ചേർത്താണ് പറഞ്ഞത്, എത്ര കാര്യങ്ങൾ വിഴങ്ങി. ഓർമ്മയുണ്ടല്ലോ, സ്വകാര്യ സർവകലാശാല ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരുമ്പോൾ അന്ന് അതിന് ചുക്കാൻ പിടിച്ച TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മുൻ അംബാസഡറുടെ കാരണത്തടിച്ച അടി. അതിനുശേഷം എന്താ, സ്വകാര്യ സർവകലാശാലയും പോയി, വിദേശ സർവകലാശാല വരികയാണ്. അതിനുള്ള ബില്ല് മുകളിലേക്ക് പോയിരിക്കുന്നത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഒരു രീതിയിലുള്ളൊരു നയം നടപ്പിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ആയാലും PM ശ്രീ ആയാലും ഇതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ നിങ്ങളുടെ നയമെന്ത്, നിങ്ങളുടെ നിലപാടെന്ത്, നടപടി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയമുണ്ട്. അതായത് കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ വലിയൊരു ഇരട്ടത്താപ്പ് ഇന്ത്യയിലാകമാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കാം, നിങ്ങളുടെ നയമെന്ത്? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ നയം എവിടെ? ഇതാണല്ലോ ഇനി അങ്ങോട്ട് ഒരു ഫൈറ്റ്. നിങ്ങളുടെ നയം എന്താണെന്ന് കോൺഗ്രസിനോടും നിങ്ങൾ പറഞ്ഞ നയം എവിടെയെന്ന് തിരിച്ച് ഇടതുപക്ഷത്തോടും ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതിൻ്റെ അനുരണങ്ങൾ കുറച്ചു കാലം കൂടെ നിൽക്കുമോ, അതോ ഇന്ന് പ്രഖ്യാപിച്ച 10,000 കോടി അടക്കമുള്ള വികസന പദ്ധതി എല്ലാ സമസ്ത മേഖലയിലെ മനുഷ്യരെയും തൊടുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എല്ലാത്തരം ആളുകൾക്കും സർക്കാരിൻ്റെ ഒരു തലോടൽ ഇന്നത്തെ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടായ നാണക്കേടിനെ മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറച്ചുവെക്കാൻ ഈ 10,000 കോടിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയുമോ? കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് CPM-ഉം CPI-യും ഒരുമിച്ച് ഇനി ശ്രമിക്കുകയും വേണം. രണ്ടുപേരോട് ചേർന്നാണ് യുദ്ധമുണ്ടായതെങ്കിലും. ഇനി ഇതിനകത്ത് രാഷ്ട്രീയമായ മേൽക്കൈ CPI-ക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ഇത്രയും ദിവസം പറഞ്ഞൊരു കാര്യമല്ലേ, ആ കാര്യത്തിൽ CPI ജയിച്ചു. ഇനി എന്താണ്? പക്ഷേ ഈ ഓപ്പറേഷൻ സക്സസ് പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയുന്നൊരു വിഷയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ നാണക്കേട് CPI-യും കൂടെ ഇനി താങ്ങണം. CPI ഈ പറഞ്ഞതിനൊക്കെ ന്യായീകരിക്കണം, ഞങ്ങൾ തമ്മിലൊന്ന് കളിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനും തമ്മിലാകുമ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേ സാധനത്തെ CPI ന്യായീകരിക്കേണ്ടി വരും. അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അവർ പോരിനിറങ്ങി ആ നിലപാട് സ്ഥാപിച്ചെടുത്തു. അതിനുശേഷം ഈ ചെയ്തതിനെ മുഴുവൻ ന്യായീകരിക്കേണ്ടി വരുന്നൊരവസ്ഥയുമുണ്ട്. ചുരുക്കത്തിൽ ഒരു തരത്തിലും CPI-ക്കായാലും താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം CPI-ക്കാണെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വർഷം നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഓരോരോ വിഷയങ്ങളായി വരികയാണ്. പലതും അവധാനതയോടെ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ. സ്വർണ്ണക്കൊള്ള പോട്ടെ, 2019 തുടങ്ങി വെച്ചു, അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. ഈ വിഷയത്തിലെങ്കിലും കുറച്ചുകൂടെ മര്യാദയ്ക്ക് നിൽക്കാമായിരുന്നല്ലോ. കൂടുതൽ തിരിച്ചടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പഴയുണ്ടായാൽ വിരൽ ചൂണ്ടുക ഒരൊറ്റ ആളിലേക്കായിരിക്കും, അത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രി കാണിച്ച ഒരു ധൃതി, വേണമെങ്കിൽ വാശി, വേണമെങ്കിൽ മുട്ടാപ്പോക്ക്, ഇതെല്ലാം സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. പൊതുജനത്തിന് മുന്നിൽ, പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇടതുമുന്നണി എന്ത് ചെയ്യും? അതാണ് ചോദ്യം. PM ശ്രീയിൽ CPI-യുടെ ശാഠ്യത്തിന് വഴങ്ങിയ CPM, ഇതൊരു CPI വിജയമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ഇതിപ്പോൾ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരാളെ പിന്നോട്ട് കൊണ്ടുപോകാനായി മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിച്ച ആൾക്ക് വിജയമുണ്ടായി എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഈ വിജയം ശാശ്വതമാണോ എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ വിജയം പൂർണ്ണ വിജയമായി മാറണം എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകണം, ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തണം. നിലവിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ്, MOU ഒപ്പിട്ടിരിക്കുകയാണ്. ആ MOU മരവിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധാരണാപത്രം മരവിപ്പിക്കൽ മാത്രമാണ്, അല്ലാതെ ആ ധാരണാപത്രം റദ്ദാക്കുന്നതിലേക്ക്, ഈ പദ്ധതി നടപ്പാക്കുന്ന എന്ന ഒരു സിംഗിൾ പ്രഖ്യാപനത്തിലേക്ക്, അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിന്മേലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നതിനായിട്ട് ഈ ഉപസമിതിയെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ CPI-ക്ക് പിന്നിൽ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ CPIM-ലെ ഒരു വിഭാഗം, MA ബേബിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കൂടി ഉറച്ച നിലപാടെടുത്ത് നിന്നോ എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചർച്ചകളും എല്ലാം മുന്നോട്ട് പോയത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും, കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായം ഉയരേണ്ട കാര്യമില്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ടൊക്കെ കൂടി എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി വരുമ്പോഴേക്കും അപ്പോൾ ഈ ഇൻഫൈറ്റിംഗ് ചർച്ചയായാൽ അത് LDF-ന്റെ ഉറപ്പായിട്ടുള്ള ഒരു വിജയത്തെ ബാധിക്കും എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധമാണ്, നിങ്ങൾക്ക് മുന്നണിക്കുള്ളിൽ തന്നെ ഒരു ഏകാഭിപ്രായമില്ല, കൂട്ടുത്തരവാദിത്തമില്ല എന്ന് CPI തന്നെ പറഞ്ഞല്ലോ. അതായിരിക്കും പ്രധാനപ്പെട്ട പോസ്റ്റർ ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാച്ച് വേർഡ് അങ്ങ് ക്രോസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു
സമയത്ത് എടുക്കാനായിട്ടുള്ള നമ്മളിപ്പോൾ മൊത്തത്തിൽ വെടിവെച്ച് കൊല്ലണോ അതോ മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകണോ എന്ന് ചോദിക്കുന്ന പോലെ സണ്ണി ജോസഫ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു പരാമർശം നടത്തുകയും ചെയ്തു. ഇവിടെ CPI മയക്കുവെടി വെച്ച് തളച്ചുവെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ CPI പറഞ്ഞ കാര്യം കേട്ടുവെന്നുമായി. എന്നാൽ CPI എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പൂർണ്ണമായും പോയിട്ടുമില്ല. അതാണ് നിലവിലത്തെ സാഹചര്യം. ആനയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നെങ്കിൽ, അതായത് PMശ്രീ വേണ്ട, PMശ്രീ നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് ഉടനടി സബ് കമ്മിറ്റി ഒന്നും രൂപീകരിക്കാതെ എന്നാൽ പിന്നെ നമുക്ക് നടപ്പാക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം എന്ന രീതിയിൽ ആ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലീഗലി MOU നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ PMശ്രീ നടപ്പാക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഇപ്പോൾ മരവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മയക്കുവെടി വെച്ച് അവിടെ ആനയെ ഇട്ടിരിക്കുകയാണ്. ആ ആനയെ കൊന്നിട്ടില്ല. കാട്ടിലേക്ക് തുറന്നു വിടുമോ അതോ നേരെ ക്യാമ്പിലേക്ക് മാറ്റുമോ, ബേസ് ക്യാമ്പിലേക്ക് മാറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. PMശ്രീയെ എന്ത് ചെയ്യും അതറിയാനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് എന്തായാലും. ഇനിയുള്ള തെരഞ്ഞെടുപ്പ് മാസങ്ങളാണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ മാസങ്ങളാണ്. ആ പ്രചാരണ മാസങ്ങളിൽ അങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ആയുധം തിരിച്ചെടുത്ത് സ്വന്തം ക്യാമ്പിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം ഈ ഒരു തീരുമാനത്തെ നമ്മൾ കാണേണ്ടതുമില്ല. ഇവിടെ PMശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കരാർ പാലിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ കേന്ദ്രം എന്താണ് ചെയ്യാൻ പോവുക, അതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അതായത് ഈ സബ് കമ്മിറ്റി രൂപീകരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാനം ഇവിടെ തത്വത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സബ് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം അതിന്റെ തീരുമാനം ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാമല്ലോ. ഇവിടെ ഇപ്പോൾ കമ്മീഷനുകൾ രൂപീകരിക്കുന്ന എത്രയോ കമ്മീഷനുകൾ, ജുഡീഷ്യൽ കമ്മീഷനുകൾ വെള്ളാനകളായി മാറിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് പൊതുജനം അറിയാനായിട്ട് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുന്നതും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഈ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ PMശ്രീയിൽ അപാകതയില്ല എന്ന് ഉറക്കെ പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സബ് കമ്മിറ്റിയുടെ തലവൻ. അദ്ദേഹത്തിന് ഇനി ഞാൻ അന്ന് പറഞ്ഞതല്ല, എന്റെ തീരുമാനം മാറി എന്ന് വീണ്ടും പറയേണ്ടി വരുമോ? കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന്, അതായത് PMശ്രീ കൊള്ളില്ല, NEP കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് തീരുമാനം മാറ്റുന്നു, എന്നിട്ട് തിരുത്തി പറയുന്നു. അതിനുശേഷം ഇനി CPIക്ക് വേണ്ടി വീണ്ടും ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ വി ശിവൻകുട്ടിയുടെ മൂന്നാമത്തെ നിലപാട് എന്ന് നമ്മൾ അതിനെ പറയേണ്ടി വരും. കാരണം ഒന്നാം നിലപാട് നമ്മൾ കണ്ടു, രണ്ടാം നിലപാട് നമ്മൾ കണ്ടു. അപ്പോൾ വി ശിവൻകുട്ടിയുടെ മൂന്നാം നിലപാടിലേക്ക് ഈ സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം മാറുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടി വരും എന്താണ് അപാകതകൾ. ഈ അപാകത കാണാതെയാണോ അന്ന് പോയി MOU താങ്കളുടെ നേതൃത്വത്തിലുള്ള ടീം ഒപ്പിടാനായി തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതിനൊന്നും വി ശിവൻകുട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോൾ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു നീക്കം നടത്തി തൽക്കാലത്തേക്ക് CPI ഒന്ന് അവരുടെ ഒരു പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അതൃപ്തി ഒന്ന് അത്യാവശ്യം ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ CPI പറഞ്ഞ ഇടത്തേക്ക് സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചത് അവരുടെ വിജയമായി നമുക്ക് പ്രത്യക്ഷത്തിൽ വിലയിരുത്താനും സാധിക്കും. ഇവിടെ വളരെ ടാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒരു നീക്കം നമ്മൾ കാണേണ്ടത് ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങളാണ്. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം അത് നവംബർ 1 കൂടി വരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട വാർത്തകളായി അത് ചിലയിടങ്ങളിലൊക്കെ വരികയും ചെയ്തതാണ്. ആ പ്രഖ്യാപനം ഇന്ന് നടത്തുമ്പോൾ, ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ അവിടെയാണ് പിണറായി വിജയന്റെ ഒരു ബുദ്ധികൂർമ്മത നമ്മൾ കാണേണ്ടത്. അതായത് PMശ്രീയെക്കുറിച്ച് ചർച്ച നടത്തി PMശ്രീയെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കും, അതിനായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ, അതായത് മുഖ്യമന്ത്രി PMശ്രീയിൽ വിശദീകരണം നടത്തിയതിനു ശേഷം ബാക്കി പറയാം എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം ഈ ചർച്ചയ്ക്ക് ശേഷം പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? ആ വാർത്താ സമ്മേളനം മുഴുവൻ നമ്മൾ തത്സമയം കൊടുത്തതാണ്, കണ്ടതാണ്. അദ്ദേഹം തുടങ്ങിയത് PMശ്രീയിലാണോ? അല്ല. PMശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞേ അല്ല വാർത്താ സമ്മേളനം തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്, SIR-നെ കുറിച്ചാണ്. SIR കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ പട്ടികയിൽ കേരളവും വന്നിരിക്കുകയാണ്. നമ്മൾ അതിനെ തുറന്നെതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും അതിൽ തന്നെ നിന്നിട്ടുണ്ടാകണം. കാരണം ആദ്യ ഭാഗം മുഴുവൻ, ആ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്. അതിനുശേഷം പുതിയ തസ്തികകളെക്കുറിച്ച് പറഞ്ഞു, പുതിയ തസ്തികകളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം കൂട്ടിക്കലിലുണ്ടായ പ്രളയത്തിൽ ഉള്ളവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം PMശ്രീയിലേക്ക് വരുമ്പോൾ PMശ്രീയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എണ്ണി നോക്കൂ, 10 വാചകങ്ങളിൽ താഴെ പറഞ്ഞിട്ടുള്ളൂ. PMശ്രീയെക്കുറിച്ച് അത്രയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ PMശ്രീയിൽ LDF-ൽ തന്നെ ഒരു ധാരണയിലേക്ക് എത്തി CPI-യുമായി നടത്തിയ ചർച്ചയിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു വിഷയങ്ങളിലാണ് കൂടുതൽ സമയം സംസാരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ സബ് കമ്മിറ്റി റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സംസ്ഥാനത്ത് PMശ്രീ നടപ്പാക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് നെല്ല് സംഭരണത്തിലേക്ക് പോകുന്നു, റബ്ബറിന്റെ താങ്ങുവിലയിലേക്ക് വരുന്നു. അതായത് ഒരു പലവക പുസ്തകം, പലവക നോട്ട്ബുക്ക്, റഫ് നോട്ട്ബുക്ക് നമ്മൾ പറയും കുട്ടികളുടെ. അപ്പോൾ ആ റഫ് നോട്ട്ബുക്കിൽ എല്ലാ വിഷയങ്ങളും എഴുതി വെക്കുന്നത് പോലെ ആയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ PMശ്രീയുടെ കാര്യം മാത്രം CPI-ക്ക് കീഴടങ്ങിയ ഒരു സർക്കാർ അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമായി എനിക്കതിനെ തോന്നിയില്ല. പക്ഷേ അപ്പോഴും CPI പറഞ്ഞതുപോലെ ഒരു സബ് കമ്മിറ്റിയെ വെക്കുകയും ഒരു റിവ്യൂ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി ഇവിടെ നിൽക്കുകയാണ്. ഇനി MOU അനുസരിച്ചാണെങ്കിൽ
രണ്ട് പാർട്ടികളും അതായത് കേന്ദ്രവും സംസ്ഥാനവും ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് അറിയിക്കണം എന്നുള്ള ഒരു ക്ലോസ് ഈ MOUന്റെ പേജ് 6-ൽ പറയുന്നുണ്ട്. ഈച്ച് പാർട്ടി ഷാൽ കീപ് ദ അതർ പാർട്ടീസ് ഡ്യൂലി ഇൻഫോംഡ് ഓഫ് എനി മാറ്റർ വിച്ച് മേ ഹാവ് എനി ഇമ്പാക്ട് ഓൺ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദ ഇന്റൻഡഡ് കോഓപ്പറേഷൻ കണ്ടംപ്ലേറ്റഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അണ്ടർ ദിസ് MOU. അപ്പോൾ മുന്നോട്ട് നടപ്പാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടു കൂട്ടരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിരിക്കണം എന്നതാണ്. അപ്പോൾ ഈ നടപ്പാക്കൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലെ ഇനിയിപ്പോൾ തർക്കമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ തെരുവിലെ പോരാട്ടവും NEP-ക്കെതിരായ പോരാട്ടവും ഒന്നും നടത്താമെന്ന് CPIക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പദ്ധതിയിലെ അപാകതകൾ അല്ലെങ്കിൽ പദ്ധതിയിലെ എന്തൊക്കെയാണോ ഉള്ളടക്കം ആ ഉള്ളടക്കം സംബന്ധിച്ച് ഈ ഒപ്പിട്ടിരിക്കുന്ന MOU സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ സബ് കമ്മിറ്റി റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോ വിദ്യാഭ്യാസ മന്ത്രിയോ എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അജണ്ട എന്താണ്, ഈ റിവ്യൂ കമ്മിറ്റിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ എന്താണ്, അങ്ങനെയൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു സബ് കമ്മിറ്റി വെച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് 30 ദിവസത്തിനുള്ളിൽ ഇത് നോട്ടീസ് നൽകിയതിനു ശേഷം ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇരിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റിന് നേരിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൊടുക്കുന്ന കത്തിൽ ഒരു ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നല്ലാതെ ഒരു ടെർമിനേഷനിലേക്ക് ഈ എഗ്രിമെന്റ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ളതാണ് പഞ്ചാബിന്റെ കാര്യം. പഞ്ചാബ് ഇതേപോലെ തന്നെയുള്ള ഒരു സമീപനമാണ് എടുത്തത്. പഞ്ചാബ് അന്ന് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ പലതവണ പരിശോധിച്ചതാണ്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസായി നമുക്ക് എടുക്കാൻ പറ്റുന്നത് പഞ്ചാബ് മോഡൽ മാത്രമാണ്. കാരണം ആദ്യം MOUയിൽ ഒപ്പിടുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത പഞ്ചാബ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 2022 ഒക്ടോബറിന് ഇവർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു. അതിനുശേഷം അവർക്കവിടെ എതിർപ്പുണ്ടായിരുന്നത് PM ശ്രീ എന്നുള്ള ബ്രാൻഡിംഗ് ആണ്. പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണം, ബ്രാൻഡ് ചെയ്യണം. ആ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നവർ പറയുന്നു. അതിനുശേഷം 2023 പിന്മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. നിയമോപദേശം തേടിയതിനു ശേഷമാണ് പിന്മാറാനായിട്ട് തീരുമാനിച്ചത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേരളം ഇപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തു. ആ കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്രം ചെയ്തത് സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ഫണ്ട് തടഞ്ഞുവെക്കലാണ്. അതിനുശേഷം ഈ തർക്കം ഇങ്ങനെ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ പോയി. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഉള്ള നിയമോപദേശം ഇവരെടുക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ടും കാര്യമില്ല എന്നുള്ള ഒരു നിയമോപദേശമാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇവർ വീണ്ടും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒപ്പിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെയും നിയമമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഈ PM ശ്രീയോടോ NEP-യോടോ ഉള്ള നമ്മുടെ അമിതമായ പ്രതിപത്തിയല്ല, സാമ്പത്തികമാണ് വിഷയമെന്ന് പറഞ്ഞിരുന്നു. പഞ്ചാബിനും ഈ സാമ്പത്തിക വിഷയത്തിന് മുന്നിൽ ഫണ്ടുകൾ തടഞ്ഞു വെച്ചപ്പോൾ അതിൽ ഒപ്പിടേണ്ടി വന്നു. വീണ്ടും ഈ പദ്ധതി നടപ്പാക്കേണ്ടി വന്നു. ഇവിടെ CPI കൂടി മനസ്സിലാക്കിക്കൊണ്ട് CPI കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, 2-3 കാര്യങ്ങൾ പറയണം. ആദ്യം ഞാൻ ജിമ്മിയും നേരത്തെ സ്മൃതിയും ചോദിച്ച 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കാം. അതിലൊന്ന്, ഈ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച മിനി ബഡ്ജറ്റിന് സമാനമായ പ്രഖ്യാപനത്തിൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് കൊടുക്കുന്ന തുകയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതിന് സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കൃത്യമായ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. 31,34,000 എന്നുള്ള കണക്ക് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്. 31,34,000 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ്. അവർക്ക് മഞ്ഞ പിങ്ക് കാർഡുകളിൽപ്പെട്ട സ്ത്രീകൾക്കാണ്. മറ്റൊരു പദ്ധതികളും പെൻഷൻ പറ്റാത്ത മറ്റൊരു പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീകൾക്കാണ് ഈ സുരക്ഷാ പദ്ധതി കിട്ടുക. അപ്പോൾ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. കണക്കില്ലാതെയല്ല ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൊത്തം 3,800 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്മൃതിയോടുള്ള ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം. ഇനി ജിമ്മി ചോദിച്ച ചോദ്യം, നയം എവിടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഈ സർക്കാർ പറയാൻ പോകുക? ഇന്ന് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മിനി ബഡ്ജറ്റിലെ ആദ്യത്തെ 3 കമ്പോണൻറ്റുകൾ എടുത്താൽ തന്നെ ഇതിൽ നയമുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവിടെ ഇരിക്കട്ടെ, അത് പ്രഖ്യാപിത വാഗ്ദാനമാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി മിനി ബഡ്ജറ്റ് എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ. വമ്പൻ പ്രഖ്യാപനങ്ങളാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലാണ് എവിടെ നയം കിടക്കുന്നു എന്ന ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ, രാജ്യത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ പ്രേക്ഷകർക്കറിയാമല്ലോ, അൺപെയ്ഡ് ലേബർ ചെയ്യുന്ന, പ്രതിഫലമില്ലാത്ത വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, വേലയില്ല കൂലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന മട്ടിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പദ്ധതിയിലും ഉൾപ്പെട്ടു പോയിട്ടില്ലാത്ത വീട്ടുപണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ അവരുടെ കയ്യിലേക്ക് വരികയാണ്. നാമമാത്രമാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ 1000 രൂപ ചെറുതല്ല. അത് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്നു, അവരുടെ അവസ്ഥയെ കൂടി വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതൊരു നയമാണ്. രണ്ടാമത്തേത് എന്താ, യുവതലമുറയ്ക്കുള്ള കണക്ട് ടു വർക്ക് എന്ന
സ്കോളർഷിപ്പ് പദ്ധതി കൊടുക്കുകയാണ്. യുവതലമുറയെ കൂടി ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങൾ നൈപുണ്യ വികസനത്തിനു വേണ്ടി നിങ്ങൾ പാഴാക്കുന്ന സമയത്ത് സർക്കാർ നിങ്ങളെ സ്പോൺസർ ചെയ്യുകയാണ് എന്ന മട്ടിലാണ്. 1000 രൂപ, അതും ചെറുതായൊരു കാര്യമല്ല, അവർക്കൊരു സ്കോളർഷിപ്പ് പോലെ അവർക്ക് കിട്ടുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് എന്താ? നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായിട്ട് അനുവദിച്ചിരിക്കുന്ന 1000 രൂപ ഓരോ യൂണിറ്റിനും കിട്ടാൻ പോവുകയാണ്. 23 കോടി രൂപ ചെലവ് വരും. കണക്ട് വർക്കിന് 600 കോടി രൂപ ചെലവ് വരും. ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ്. ഞാൻ പറഞ്ഞത് പ്രകടന പത്രികയിൽ പറയാതെ ഈ സംസ്ഥാന സർക്കാർ ഇക്കുറി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 3 പ്രധാനപ്പെട്ട ആശയങ്ങളും. ഇതിന് എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നുള്ളതാണ് പ്രശ്നം. ഈ നയമായിട്ട് നിൽക്കില്ല. നയം നടപ്പിൽ വരുത്തണമെങ്കിൽ അതിന് സാമ്പത്തികമായ ഉറവിടങ്ങൾ വേണം. അപ്പോൾ ചോദ്യം വരും, സംസ്ഥാന സർക്കാരിന് അതിന് കഴിവില്ലെങ്കിൽ അത് പ്രഖ്യാപിക്കണോ? സംസ്ഥാന സർക്കാരിന് കഴിവുണ്ടെന്ന് തെളിയിച്ചതുകൊണ്ടാണ് തനത് നികുതി വരുമാനത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. CAG പോലും പറഞ്ഞിരിക്കുന്നത് അതാണ്. തനത് നികുതി വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം. നോക്കൂ, കടമെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിൻ്റെ തുക കുറച്ചുകൊണ്ടുവന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രകടനം കഴിഞ്ഞ 5 വർഷം മോശമായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് യഥാർത്ഥത്തിൽ CPIയോ CPMോ തമ്മിലുള്ളൊരു തർക്കത്തിൻ്റെ വിഷയമല്ല. ഈ വിഷയത്തിൽ CPIക്കാണോ അന്തിമ വിജയം എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി നമുക്ക് പറയാം ബിനോയ് വിശ്വത്തിൻ്റെതാണ് ചിരി, CPIയുടേതാണ് വിജയം എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ചിരിക്കുന്നൊരു പരാജയമുണ്ട്. ഇത് കേവലം CPI-CPM തർക്കം എന്ന മട്ടിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് അതിനെ വഴിതിരിച്ചു വിട്ടപ്പോൾ യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യാതെ പോയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നമ്മളെ ഞെരുക്കുന്നത്? ഈ നയങ്ങൾ നടപ്പിൽ വരുത്താൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തിനത് കിട്ടാനുള്ള 2 വഴികളേ ഉള്ളൂ. ഒന്ന്, തനത് നികുതി വരുമാനം ഉയർത്തുക, അതല്ലെങ്കിൽ യൂണിയൻ ട്രാൻസ്ഫർ വഴി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ധനവിതരണം നടത്തുന്നത് സുഗമമാക്കുക, അത് നീതിയുക്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ ട്രാൻസ്ഫർ വഴി നമുക്ക് ലഭിക്കേണ്ട തുക, തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട നിലയിലാണ് കേരളം, മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേരളം, അത് വസ്തുതയാണ്. രണ്ടാമത്തത് യൂണിയൻ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലാണ്. യൂണിയൻ ട്രാൻസ്ഫർ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? യൂണിയൻ ട്രാൻസ്ഫർ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും ഗ്രാൻസ് ഇൻ എയ്ഡുകളായിട്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടുമാണ്. CCS എന്താണ് ഗ്രാൻസ് ഇൻ എയ്ഡിൻ്റെ അവസ്ഥ? ഗ്രാൻസ് ഇൻ എയ്ഡ് കൊടുക്കുന്നതിന് അന്തിമ തീരുമാനമെടുക്കുന്നത് ആരാ? ഫിനാൻസ് കമ്മീഷൻ. 10ാം ഫിനാൻസ് കമ്മീഷനിൽ 3.8% ഇപ്പോൾ അത് 1.9% കുറച്ചു. അതായത് 22,000 കോടി തരേണ്ടിയിരുന്ന കേന്ദ്രം, ഞാൻ കണക്ക് പറയുകയാണ്, 11,000 കോടി മാത്രമേ തരാൻ ഇപ്പോൾ ബാധ്യതയുള്ളൂ സംസ്ഥാനത്തിന്. കാര്യം ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളിൽ കേരളം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷ വിധിച്ചു. അതിൻ്റെ ഭാഗമായി നേരെ പകുതി വെട്ടിക്കുറച്ചു. അപ്പോൾ ഗ്രാൻസ് ഇൻ എയ്ഡിൻ്റെ കാര്യത്തിൽ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി കിട്ടേണ്ടത് എന്താണ്? ഇനി കിട്ടേണ്ടതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി. ഈ SSA ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഈ SSA പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ഞാൻ പറയും ഇരട്ട വിവേചനം നേരിടുന്നുണ്ട് കേരളം. അതാണ് യഥാർത്ഥത്തിൽ CPI മനസ്സിലാക്കേണ്ടിയിരുന്നതും. ഈ വിഷയത്തിൽ CPIക്കുള്ള ആത്മാർത്ഥത യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്താ, ഞങ്ങളെ അറിയിച്ചില്ല. ശരിയാണ്, ഒരു മന്ത്രിസഭയിൽ ഒരു കൂട്ടുത്തരവാദിത്വമുള്ള CPI മന്ത്രിമാരെ അതറിയിക്കേണ്ടിയിരുന്നു. അതറിയിക്കേണ്ടിയിരുന്നതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നതിന് പകരം CPIയെ മുൾമുനയിൽ നിർത്തി ഒരു നിയമപരമായ സാധുതയുമില്ലാത്തൊരു സബ് കമ്മിറ്റി വെച്ചിരിക്കുക. ഒരു നിയമപരമായ സാധുതയും ആ സബ് കമ്മിറ്റിക്കില്ല. ഞാനത് വിശദീകരിക്കാം അവസാന ഭാഗത്ത്. അപ്പോൾ CPI യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം? CPIക്ക് ഇടതുമുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം കുറഞ്ഞുപോയി. അതല്ല ഇവിടുത്തെ വിഷയം. നയപരമായ കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് നടപ്പിലാക്കണമെങ്കിൽ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണെങ്കിൽ ഇതിനുള്ള പണം കണ്ടെത്തേണ്ട വഴിയിലൊന്നാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് നമുക്ക് അർഹമായ വിഹിതം കിട്ടുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ഗ്രാൻസ് ഇൻ എയ്ഡിൻ്റെ കാര്യത്തിൽ പകുതി ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം വെട്ടിക്കുറച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലോ ഞെട്ടിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ജിമ്മി, 22% ഇന്നിപ്പോൾ ഈ സർക്കാർ കൊടുക്കേണ്ട കേന്ദ്രത്തിൻ്റെ യൂണിയൻ ട്രാൻസ്ഫർ വഴി കൊടുക്കേണ്ടതിന് 22% എങ്ങനെയാണെന്നറിയാമോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടാണ്. അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്നറിയാമോ? അത് കേന്ദ്രത്തിൻ്റെ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഭരണഘടനയുടെ 182 പറയുന്നത്. അതുപ്രകാരം നിങ്ങൾ കോടതി പോയി നിൽക്കൂല. അതുകൊണ്ടാണ് പഞ്ചാബിന് ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ പിന്മാറുന്നു എന്നറിയിച്ചിട്ടും 2024 തിരിച്ചു പോകേണ്ടി വന്നത്. 500 കോടിയാണ് പഞ്ചാബിന് SSKയുടെ അന്ന് സർവശിക്ഷാഭിയാന്റെ ഭാഗമായിട്ട് പഞ്ചാബിന് കൊടുക്കാതിരുന്നത്. അങ്ങനെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് ഒപ്പുവെക്കാതിരുന്നത്? കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ SSKയുടെ പണം അവർ തടഞ്ഞു വയ്ക്കുമെന്ന് സ്വപ്നത്തിൽ കരുതിയില്ല ആം ആദ്മി പാർട്ടി. അവർ പറഞ്ഞു, ഇതെന്തിനാ PMC പദ്ധതി? ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ സ്കൂൾ ഓഫ് ഹാപ്പിനെസ്, ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ സ്കൂൾ ഓഫ് എമിനൻസ്, എന്തിനാണ് ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ? അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ പഞ്ചാബിൽ സർക്കാർ കൊണ്ടുവന്ന PMC പദ്ധതിയിൽ നിന്ന് 2023 പിന്മാറുന്നു. ഒരു വർഷം കഴിയുമ്പോഴേക്ക് 500 കോടി രൂപ സർവശിക്ഷാ അഭിയാനായിട്ട് കിട്ടേണ്ട പണം കിട്ടുന്നില്ല.
പലതരം കത്തിടപാടുകൾ നടത്തുന്നു. ആ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി പറയുന്നു, PMCയിൽ ഒപ്പുവെക്കൂ, ഞങ്ങൾ പൈസ റിലീസ് ചെയ്യാം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആരോട് പറയും? ഏത് കോടതി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റും? വിവേചനാധികാരമല്ലേ കേന്ദ്രത്തിൻ്റെത്? ഞാനതാ പറഞ്ഞത്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൂടി നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പഞ്ചാബിന് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് ഒടുവിൽ അവർ എന്ത് ചെയ്തു? 2024 അവർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങുന്നു, ഞങ്ങളെടുത്ത തീരുമാനം തെറ്റാണ്. ദാ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം പോലെ, കേരളം എടുത്ത തീരുമാനം പോലെ ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നിട്ട് വീണ്ടും ആ പദ്ധതിക്ക് കീഴടങ്ങേണ്ടി വന്നത്. ആ കാരണം ഈ വിവേചനാധികാരം ഉള്ളിടത്തോളം കാലം സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കൊടുക്കാൻ ഒരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഫണ്ട് കൊടുത്തില്ലെങ്കിലോ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിദ്യാഭ്യാസ ശമ്പളം, ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കേരളത്തിൽ ഇത് ബാധിക്കാൻ പോകുന്നത് 41,80,000 പാവപ്പെട്ട വിദ്യാർത്ഥികളെയും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയുമാണ്. പെൺകുട്ടികളടക്കം 47 ലക്ഷം പേരെ. അത് വേണമോ എന്നുള്ളതാണ് ചോദ്യം. CPIയോട് എനിക്കുള്ള ചോദ്യം ഇതാണ്, ഇതല്ലേ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിഷയം? ഈ രാഷ്ട്രീയ വിഷയത്തെ മറികടക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾ പലത് ശ്രമിക്കാറുണ്ട്. അതിൽ പഞ്ചാബ് ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതിനുശേഷം 500 കോടി വാങ്ങിയെടുക്കാൻ വേണ്ടി 223 സ്കൂളുകളിലാണ് പഞ്ചാബിൽ ഇപ്പോൾ PMC എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്കൂൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. 2024 ശേഷം ഒരു വർഷം മാറി നിന്നപ്പോൾ 500 കോടി നഷ്ടം. ആ നഷ്ടം സഹിക്കണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഞാൻ തിരിച്ചു വരാം. കേരളത്തിന്റെ കാര്യത്തിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 22% കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് എന്ന് ഞാൻ പറഞ്ഞു, യൂണിയൻ ട്രാൻസ്ഫർ വഴി കിട്ടുന്നത്. അതിൽ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാ? മൊത്തം നോക്കിയാൽ ഒരു 2.8% പോപ്പുലേഷൻ ഉണ്ട് കേരളത്തിൽ. അത്രയുമെങ്കിലും നമുക്ക് കിട്ടണ്ടേ വിഹിതം? കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് ഒരു 2.8% കിട്ടുകയാണല്ലോ അതിലെ മാന്യമായിട്ടുള്ളൊരു നീതി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഏകദേശം 82ഓളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 17 PM എന്ന് തുടങ്ങുന്ന പദ്ധതികളിൽ കേരളത്തിന് 2.8% ജനസംഖ്യയുണ്ടായിട്ടും കിട്ടുന്നത് കഴിഞ്ഞ 2022-23 0.8%. 2023-24 0.9%. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 1.6 ലഭിക്കാൻ സാധ്യതയുള്ളത്. 1.1, 1.2 പരമാവധി. ഇതാണ് അവസ്ഥ. അങ്ങനെ ഇരട്ട വിവേചനം നേരിടുന്നു. ഒന്ന്, ഗ്രാൻസ് നേടി വഴി നമുക്ക് കിട്ടേണ്ട വിഹിതം ഫിനാൻസ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പകുതിയായി ചുരുങ്ങുന്നു. നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, വായ്പ എടുക്കുന്നതടക്കമുള്ള പരിധികൾ കിഫ്ബിയും പെൻഷൻ ഫണ്ടും കൊണ്ടുവന്നത് പ്രകാരം തടയുന്നു. ഇപ്പോൾ ഇതാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 22% കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വിവേചനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനസംഖ്യാനുപാതികമായി അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അതിലൊന്നാണ് സർവശിക്ഷാഭിയാൻ. അതുപ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം കുടിശ്ശിക അടക്കം കിട്ടേണ്ട 1153 കോടി, അതിൽ ഈ വർഷത്തെ മാറ്റിവെച്ചാൽ 957 കോടി രൂപ അത് റിലീസ് ചെയ്ത് കിട്ടുക. അതെന്താണ് മാർഗം? ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് പറയുന്നു, അത് PMCയിൽ നിങ്ങൾ ഒപ്പിടുക. PMC നമുക്ക് വേണ്ടെന്നേ. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം, ഇടതുപക്ഷത്തിന്റെ നയം അതാണ്. PMC പറഞ്ഞു, എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, പൈസ തന്നാൽ PMC ഞങ്ങൾക്ക് വേണ്ട, എടുത്തോണ്ട് പൊക്കോ. PMC എന്തിനാ നമുക്ക്? PMCയേക്കാൾ മികച്ച സ്കൂളുകൾ നമ്മുടെ കേരളത്തിലില്ലേ? PMC വരുന്നതിന് മുമ്പ് മെച്ചപ്പെട്ട റോളിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ PMC പദ്ധതിയുടെ പ്രത്യേകത? 100% എൻറോൾമെന്റ് പൂർത്തിയാക്കണം. 100%. നമ്മുടെ സ്കൂളുകൾ 100% എൻറോൾമെന്റ് പൂർത്തിയാക്കി. 99.9 കേൾക്കൂ, ഇന്റർനെറ്റ് പെനട്രേഷൻ 99.5% സർക്കാർ സ്കൂളിൽ. 8-9 മാനദണ്ഡങ്ങൾ PMC സ്കൂൾ പദ്ധതിയിലുള്ളതിൽ നമ്മൾ മുൻപിലാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ ഇതിനെ അപേക്ഷിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രൈം മിനിസ്റ്റർ സ്കൂൾ സങ്കല്പത്തെ അനുസരിച്ച്. പക്ഷേ ഇവിടുത്തെ എന്താ പ്രശ്നം? NEPയുടെ ഷോക്കേസ് ആയിട്ട് PMC ഞങ്ങൾക്ക് വേണ്ട, അതായിരുന്നു നിലപാട്. പക്ഷേ പ്രശ്നം എന്താ? SSKയുടെ പണം തരൂല. ഈ 971 കോടി തരാൻ മറ്റെന്തു മാർഗം സുജി? അത് പറഞ്ഞു തരൂ. സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഇതെന്താണ് ബന്ധം? ഇതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം. CPI ആഴത്തിൽ ഈ വിഷയം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവസാന നിമിഷം ഈ മുഴുവനെയിൽ നിർത്തുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇതിപ്പോൾ ഈ പ്രശ്നം സെറ്റിലായിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, ഈ പ്രശ്നം സെറ്റിലായിട്ടില്ല. എന്താ പ്രശ്നം? 971 കോടി കിട്ടുമോ? ഞാൻ പറയുന്നു, BJP സർക്കാർ ഇപ്പോൾ 971 കോടി റിലീസ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. അത് 971 കോടി റിലീസ് ചെയ്താൽ BJP സർക്കാരിനെ സംബന്ധിച്ച് അത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും PMC പദ്ധതിയിൽ ഒപ്പിടാതെ അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടും പിന്മാറി നിൽക്കുന്ന ഒരു സർക്കാരിന്റെ 971 കോടി റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്മാറിയിട്ടില്ലല്ലോ. പിന്മാറിയിട്ടില്ല. നോക്കൂ, ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇനി സർക്കാർ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു കുഴപ്പമുണ്ട്. അപ്പോൾ പിന്നെ തമിഴ്നാടും പശ്ചിമ ബംഗാളും അവിടെയാണ്. തമിഴ്നാട് പശ്ചിമ ബംഗാൾ 2251 കോടിയുണ്ട് തമിഴ്നാടിന്, 1000 കോടിയുണ്ട് വെസ്റ്റ് ബംഗാളിന്. റിലീസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റൂല. ഇതാണ് പ്രശ്നം സാർ. ഇതിപ്പോൾ CPI എടുത്ത നിലപാട് കൊണ്ട് എന്താ ആത്യന്തികമായി നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? 971 കോടി രൂപ നമ്മളുടെ സർവശിക്ഷാ അഭിയാനിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള ശമ്പളമായി
അവരുടെ യൂണിഫോമിനുള്ള പണം, അവരുടെ പാഠപുസ്തകങ്ങൾക്കുള്ള പണം, പെൺകുട്ടികളുടെ ഗ്രാൻസിനുള്ള പണം ഇല്ലാതായിരിക്കുന്നു. 971 കോടി രൂപ കിട്ടാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ചോദ്യം. ട്രാൻസ്പെറൻസിയാണ് ഇഷ്യൂ. അല്ല, that's correct. ഞാനത് അംഗീകരിച്ചു. അല്ല, നോക്കൂ, ആ ട്രാൻസ്പെറൻസിയുടെ വില കൊടുക്കേണ്ടി വരുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു, അത് ശരി, അത് മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഈ വിഷയം നമ്മൾ തിടുക്കപ്പെട്ട് നടപ്പാക്കാൻ പോകുന്നില്ല. ഈ പദ്ധതി PM പോർട്ടൽ വരുമല്ലോ, PM പോർട്ടൽ വന്നു കഴിഞ്ഞാൽ, PMC പോർട്ടൽ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സാവകാശം ഉണ്ടാവാം. നമുക്കിത് പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം. ഒരു പടി കൂടി കടന്നു പറഞ്ഞു, ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം. അതും CPI സമ്മതിക്കുന്നില്ല. പകരം എന്താ, കത്തയക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കത്തയച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രേഖാമൂലം നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് ഇല്ല, പൈസ SSK വാങ്ങിച്ചാൽ കൊടുക്കണ്ട. SSK വാങ്ങിയ നിങ്ങൾ ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ലിസ്റ്റ് കൊടുക്കണ്ട. SSKയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പക്ഷേ PMCയുടെ പണം വാങ്ങിയാൽ കൊടുക്കണം. PMCയുടെ പണം എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ സ്കൂൾ ചലഞ്ചിലൂടെ സ്കൂളിനെ കണ്ടെത്തി PMC പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നടപ്പിലാക്കുന്ന സമയത്ത് കിട്ടൂ. അതിപ്പോൾ കിട്ടൂല. അത് അടുത്ത അക്കാഡമിക് ഇയറിലെ കിട്ടൂ സ്മൃതി. കാര്യം നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇത് നടപ്പിലാക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പ്രശ്നം ലാസ്റ്റ് മൈലിലെ പ്രശ്നമാണ്. ആക്ച്വലി ക്യാബിനറ്റിൽ എനിക്കൊരു വിയോജിപ്പുമില്ല. പക്ഷേ അത് എവിടം വരെ ആകണമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ചല്ലേ ചർച്ച ചെയ്തത്, നമ്മൾ ഒരുമിച്ചല്ലേ പറഞ്ഞത് CPIക്ക് നേരിട്ട് അവഹേളനമാണ്. പക്ഷെ അവഹേളനത്തിന് വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണ്. അതിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖല, മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതാണ് ഇതിന്റെ സാങ്കേതിക പ്രശ്നം. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കൂല. അത് സുരേന്ദ്രൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. MOUയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും മാത്രമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ടെർമിനേഷനുള്ള അധികാരമുള്ളത്. സംസ്ഥാന സർക്കാർ വിചാരിച്ചത് ഒരു കാര്യം ചെയ്യാൻ പറ്റും, സംസ്ഥാന സർക്കാർ ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നടക്കൂല, അത്രേ ഉള്ളൂ. പഞ്ചാബിൽ ഇത് മാത്രമല്ല, അവരിത് നടപ്പിലാക്കേണ്ടത് തീരുമാനിച്ചു, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താ? താത്വികമായ ഒരു മരവിപ്പിക്കൽ അവസ്ഥയിലെത്തിക്കും. മരവിപ്പിക്കലിന്റെ അവസ്ഥയില്ല. അപ്പോൾ ഇപ്പോൾ CPI എടുത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായി കേവലം വിജയമാണെങ്കിലും ആത്യന്തികമായി അതിന് പരാജയം സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ടിയിരുന്ന 971 കോടി രൂപ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനാര് കണക്ക് പറയും, ഇതിനാരും മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് വിജയമായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അത് വിശാല രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിൻ്റെ അവകാശത്തിൽ നോക്കിയാൽ ഇതൊരു വലിയ പരാജയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പഴി CPIക്കല്ല, അതിന് പഴി കേന്ദ്രത്തിന് തന്നെയാണ്. പക്ഷേ പഴി കേന്ദ്രത്തിലാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാതെ പോയി ഈ വിവാദത്തിൽ എന്നതാണ് എൻ്റെ പക്ഷം. CPIയുടെ വിജയമോ എന്നുള്ളതായിരുന്നു ചോദ്യം. CPIയുടേത് വിജയമാണെന്ന് 4 പേരുടെ അഭിപ്രായം. യെസ് എന്ന് 4. Meet the editors.